CPMന്റെ നെഞ്ചിൽ ഇടുത്തിയായിട്ടാണ് NDTV പുറത്തുവിട്ട സർവേ ഫലങ്ങൾ വന്നു പതിച്ചത്. ചെന്നു വീണ വഴിക്ക് ചെറിയ ഭാഗങ്ങൾ തെറിച്ച് കോൺഗ്രസിലേക്കും പതിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർവേയിലേക്ക് വരികയാണെങ്കിൽ ജനപ്രീതിയിൽ VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറികടന്നു എന്നതാണ് പ്രധാന കണ്ടെത്തൽ. ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് 22.4% പേർ VD സതീശനെ പിന്തുണച്ചപ്പോൾ പിണറായി വിജയന് 18% പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. KK ശൈലജ 16.9%, രാജീവ് ചന്ദ്രശേഖർ 14.7%, ശശി തരൂർ 9.8% പിന്തുണ നേടി. ഇവിടെയാണ് മുൻപ് പറഞ്ഞ യാദൃശ്ചികമായി തെറിച്ചു വീണ കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രസ്തുത സർവേയിൽ ഒരിടത്തും കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പണിയില്ലാത്തവർ ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത്തരം സർവേകൾ എന്നാണ് ഇതിനോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഈ സർവേയിലെ ഓപ്ഷനുകൾ നൽകിയതിൽ വലിയ കൗശലം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. LDFൽ നിന്ന് പിണറായി വിജയനെയും KK ശൈലജയും ഓപ്ഷനായി നൽകിയപ്പോൾ ഇടതുപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടു. എന്നാൽ UDFൽ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിലൂടെ സതീശന്റെ വോട്ടുകൾ വിഭജിക്കപ്പെടാതെ നിലനിർത്താൻ സാധിച്ചു. ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനഗോലുവിന്റെ തന്ത്രമാണെന്നും ആക്ഷേപമുണ്ട്. സർവേ ഫലം പുറത്തു വന്നതോടെ അങ്ങിങ്ങായി കോൺഗ്രസിനുള്ളിൽ ചില അടക്കം പറച്ചിലുകളും തുടങ്ങിയെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. സതീശൻ തനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചമയുകയാണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ചില നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ VD സതീശനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സമുദായ നേതാക്കളെ അവഗണിക്കുന്ന സതീശന്റെ രീതിക്കെതിരെയാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അദ്ദേഹം അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സതീശന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരാജയമാണെന്നും അത് ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിക്കെതിരെ തിരിക്കുകയാണെന്നുമാണ് പ്രധാന ആക്ഷേപം. കാന്തപുരത്തിന്റെ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച സതീശന്റെ നടപടി ശരിയായില്ല എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ കരുതുന്നു. ഇത് CPMനേക്കാൾ BJPക്കായിരിക്കും വോട്ട് മറിക്കാൻ സഹായകരമാകുക എന്നതാണ് അവരുടെ വിലയിരുത്തൽ. G സുകുമാരൻ നായർ സതീശനെതിരെ സംസാരിക്കുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നത് ശ്രദ്ധാർഹമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും VD സതീശൻ എന്ന നേതാവ് കഴിഞ്ഞ കാലയളവിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ അവഗണിക്കാനാവില്ല. സർക്കാരിനെതിരെയുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദം ശക്തമായി കേൾപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അണികൾക്കിടയിൽ സതീശൻ ഉണ്ടാക്കിയ ആവേശം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വലിയ കരുത്താണ്. പക്ഷേ ഇത്തരം സർവേ ഫലങ്ങളുടെയോ വ്യക്തിപരമായ ജനപ്രീതിയുടെയോ പേരിൽ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പിസത്തിന് വഴിമരുന്നിടരുത്. അർഹതപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരം പടലപ്പിണക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടായേക്കാം. എന്നാൽ ആ പദവിയിൽ ആരെത്തണമെന്നത് ഹൈക്കമാൻഡും ജനങ്ങളും തീരുമാനിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതാണ് ഇപ്പോൾ അനിവാര്യം. ഗ്രൂപ്പ് താൽപര്യങ്ങൾ മാറ്റിവെച്ച് മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും യുവ നേതാക്കളുടെ ആവേശവും ഒരുപോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ UDFന് വിജയം ഉറപ്പിക്കാൻ സാധിക്കൂ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കി പടലപ്പിണക്കങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി നീങ്ങാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ വന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പടലപ്പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊഴിവാക്കി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം. ശക്തമായ ഭരണപക്ഷമായി ഉയർന്നു വന്ന് ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നേതൃത്വമായി കോൺഗ്രസിന് മാറാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം.